ഹായ്, ഇന്ന് ഞാൻ ബാംഗ്ലൂരിലെ ബട്ടർഫ്ലൈ പാർക്കിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ബയോളജിക്കൽ പാർക്കുണ്ട് ബന്നാർഘട്ടയിൽ. അപ്പോൾ അതിനടുത്ത് സ്ഥിതി ചെയ്യുന്ന സംഭവമാണ് ഈ ബട്ടർഫ്ലൈ പാർക്ക്. അപ്പോൾ നമുക്ക് അകത്ത് പോയി നോക്കാം. ഇതാണ് ടിക്കറ്റ് നിരക്ക്. അഡൽസിന് 50 രൂപ, ചിൽഡ്രൻ 30. നമ്മുടെ ബട്ടർഫ്ലൈ ഗാർഡനിൽ ഇതാണ് മെയിൻ ഡോർ. അപ്പോൾ ഇതിനകത്ത് ബട്ടർഫ്ലൈസിനൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അകത്ത് പോയി നോക്കാം. ബട്ടർഫ്ലൈസ് പുറത്ത് പോയിരിക്കാൻ വേണ്ടി വലിയ ഡോമോ. ഇവിടെ മേലെ സ്ഥലമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ബട്ടർഫ്ലൈസിനെ ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്ന പ്ലാന്റ്സാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ചെറിയ എക്കോസിസ്റ്റം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വാട്ടർഫോളും വെള്ളമൊക്കെ ആയിട്ട് കൊള്ളാം. മൊത്തത്തിലായി നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കുറേ ബട്ടർഫ്ലൈസിനെ റിലീസ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നു. ഒത്തിരി ഇനങ്ങളുണ്ട് ഇവിടെ. എല്ലാം കൂടെ ടോട്ടൽ 12 ഇനങ്ങളുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അയ്യോ, കോമൺ Oleander Earth Moth butterfly. Okay. 5 minute wait. Okay. Releasing abhi. Oh. Okay, then I'll wait. Wings vector. Oh, इसलिए. Okay, we'll wait. Wow. The common crow. Common Crow. crow. Oh, so good. Wow. ബട്ടർഫ്ലൈസ് റെസ്റ്റ് ചെയ്യുന്നത് കാണിക്കാം. ഓ, പ്യൂപ്പ ഉണ്ടോ? ഇതെല്ലാം പ്യൂപ്പയാ. 40 days കഴിയുമ്പോൾ ഇതെല്ലാം പുറത്തിറങ്ങും. ഇതാണ് ബ്ലൂ മർമൺ ബട്ടർഫ്ലൈ. ഇതാണ് ബ്ലൂ മർമണിൻ്റെ പ്യൂപ്പ. ഇതിലാണ് അവർ ഫീഡ് ചെയ്യുന്നത്. ഇതിലെല്ലാം ഡാബറിൻ്റെ ഹണിയാണെന്നാണ് ഇവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞത്. കണ്ടോ, ആർട്ടിഫിഷ്യൽ പൂ വെച്ചിട്ട് അതിൻ്റെ നടുക്ക് ഈ പഞ്ഞീര്. ഓക്കെ, ഇതേ കണ്ടോ, റിലീസ് ചെയ്യാൻ പോവാ. Today the butterfly 4 variety butterflies. 4 variety. Okay. Common pioneer, common limo, blue merman, common emigrant. 5 variety. Oh. This color butterfly. Second largest one. Common merman 2. Common emigrant, lemon tree, lemon color. 3. Common pioneer. And blue merman. 5 variety. ഈ 5 വെറൈറ്റിയിലുള്ളതിനെ ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോവാ. ഓക്കെ. യാ ഷുവർ. ബട്ടർഫ്ലൈ റിലീസ് ചെയ്യുക. ചേട്ടന്മാരൊക്കെ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ കെയർ ടേക്കേഴ്സാണ്. അടിപൊളിയാണ്. നമുക്കെല്ലാം കാണിച്ചു തന്നു. പിന്നെ റിലീസ് ചെയ്യുന്നതെല്ലാം കാണിച്ചു തന്നു. ഇതിൽ മൊത്തം ഡീറ്റെയിൽസ് അവർ എഴുതിയിട്ടുണ്ട്, എത്ര എണ്ണം ഇവിടെ ഉള്ളതെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ ഒരു മ്യൂസിയം പോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും വന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ഡോമിൽ റിലീസ് ചെയ്യാനുള്ള ബട്ടർഫ്ലൈസ് ഇവിടെ അടുത്ത് ഒരു ബ്രീഡിംഗ് സെൻ്റർ ഉണ്ട്. അവിടെ സെറ്റപ്പ് ചെയ്യുന്നത് ബ്രീഡിംഗ് സെൻ്റർ നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇവിടെ ഒത്തിരി ബട്ടർഫ്ലൈസ് ഇപ്പോൾ ഓൾറെഡി തന്നെ ഉണ്ട്. ഇവർ ചെയ്യുന്നത് ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ജീവിത കാലാവധി എന്ന് പറയുന്ന ഒരാഴ്ചയിൽ 2 ആഴ്ചയായിരിക്കും. അപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ അവർക്ക് പുതിയ ബട്ടർഫ്ലൈസിനെ റിലീസ് ചെയ്യുന്നത് ആണിനെയും പെണ്ണിനെയും തരംതിരിച്ച് വരുന്ന വലിയ സെറ്റപ്പാക്കി വയ്ക്കും. ഇത് ഈ നെറ്റിനകത്താക്കും. അതിനുശേഷം അവർ മുട്ടയിടും. ഒരു 4-5 ദിവസം കഴിയുമ്പോഴേക്കും കുഞ്ഞുങ്ങളിറങ്ങും. അതിനുശേഷം അത് പ്യൂപ്പയാവും. പ്യൂപ്പയാകുമ്പോൾ പ്യൂപ്പ കളക്ട് ചെയ്ത് അവർ ബോക്സസിനകത്താക്കി വയ്ക്കും. അതിനുശേഷം ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇത് ഇറങ്ങും. ബട്ടർഫ്ലൈസ് റെഡിയാവും. ബട്ടർഫ്ലൈസ് റെഡി ആകുമ്പോഴേക്കും അതിനെ കൊണ്ടുവന്ന് ഇവിടെ റിലീസ് ചെയ്യും. അതായത് ഇവർ ചെയ്യുന്നത് ഒരു അൺഎൻഡിങ് പ്രോസസ്സാണ്. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും വർഷം മുഴുവൻ. അപ്പോൾ അവിടെ ഒരു സാറിനെ കണ്ടു. പുള്ളി പറഞ്ഞത് ഇവിടെ ആൾക്കാർക്ക് വരുന്നവർക്ക് ആകെ ഏത് സ്പീഷീസ് ആണെന്ന് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ടർഫ്ലൈസ് ഉണ്ടോ എന്ന് അറിയണം.
പിന്നെ അതിൻ്റെ കളർ വെറൈറ്റീസ്, ഏറ്റവും വലുത് ഏതാണ്, ഏറ്റവും ചെറുത് ഏതാണ്, ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി. പക്ഷേ ഇവിടുത്തെ ലാബിലെ കാര്യം അങ്ങനെയല്ല. അവർക്ക് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്, ഒത്തിരി സ്പീഷീസ് ഉണ്ട്, പിന്നെ സീസണൽ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് റെയിനി സീസൺ കഴിയുമ്പോൾ, അതായത് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് വരുന്നത്. അറൗണ്ട് 20 സ്പീഷീസ് ഒക്കെ വരും, 20 വെറൈറ്റീസ്. അപ്പോൾ 20 വെറൈറ്റീസിനൊക്കെ ഇവർ റിലീസ് ചെയ്യുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ. അപ്പോൾ ആ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും അധികം കാണാൻ പറ്റും. ഇപ്പോൾ നിലവിൽ കുറച്ച് കുറവാണ് ഉള്ളത്. അപ്പോൾ റെയിനി സീസൺ കഴിഞ്ഞതിന് ശേഷം പക്ക സീസൺ ആവും. ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഒത്തിരി കാണാൻ പറ്റും. ജസ്റ്റ് ഒരു ചിൽ ഔട്ടിന് ബാംഗ്ലൂരിലേക്ക് വരുമ്പോൾ, ബാംഗ്ലൂരിൽ നിന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങണമെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല സ്ഥലമായിട്ട് എനിക്ക് തോന്നി.